പെട്ടെന്നാണ് ഈ ഇലക്ഷൻ വിജ്ഞാപനത്തിൻ്റെ ശേഷം അവിടെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. 6 കോടി രൂപ അനുവദിപ്പിച്ച MLAക്ക് 1000 അഭിവാദ്യങ്ങൾ. IB സതീഷ് MLAക്ക്. നിക്ഷേപകർ ഇത് അവരെ ഗ്രൂപ്പിലിട്ട് ഒരു 100-300 നിക്ഷേപകർ വന്നു കൂടിയപ്പോൾ അവർ ബാങ്കിൽ സെക്രട്ടറി പറഞ്ഞു എനിക്കറിയില്ല, ഒന്നും വന്നിട്ടില്ല. അവർ ബാങ്ക് ഉപരോധിച്ച് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു. പോലീസ് വന്നു, എല്ലാം വന്നപ്പോൾ സെക്രട്ടറി എഴുതി കൊടുക്കണം. അങ്ങനെ സെക്രട്ടറി എഴുതി കൊടുത്ത് കണ്ടറ ബാങ്കിൽ 26/3/2026 വരെ 1 രൂപയും ഒരു പാക്കേജും വന്നിട്ടില്ല. എന്തെങ്കിലും വരെയാണെങ്കിൽ ആ കണക്കിന് തന്നുകൊള്ളാം എന്നൊന്ന് എഴുതി കൊടുത്തു. അത് വാങ്ങിയിട്ട് അവർ താഴെ ഇറങ്ങി ബോർഡൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് പോയേക്കാണ്. ഇതാണ് അവിടെ നടന്ന സംഭവം. കണ്ടറ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ഒരു പൈസ ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. അവർ പറയുന്നത് ജീവനക്കാർക്ക് അമിത ശമ്പളം കൊടുത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ അവരോടുണ്ടല്ലോ, ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചാൽ മതിയല്ലോ. നമ്മുടെ ഇന്ന് ഇതാക്കേണ്ട കാര്യമില്ല. ലോൺ കൊടുത്തവർക്കെല്ലാം വസ്തുജാമ്യമില്ല. അവർ ജപ്തി നടപടിയെന്ന് പറഞ്ഞൊക്കെ നടക്കുകയാണ്. 35 വർഷക്കാലം ഒരു കുഞ്ഞിനെയും ജപ്തി ചെയ്തില്ല. ഇവിടെയുള്ള 5 സെൻറ്റും 3 സെൻറ്റും 2 സെൻറ്റും ഉള്ള പാവപ്പെട്ട ആൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടിലെ കല്യാണം നടന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം നടന്നിട്ടുണ്ട്, പലരും ഡോക്ടറായിട്ടുണ്ട്. അവരെഴുതി വാങ്ങിച്ചുകൊണ്ട് അവർ താഴെ ഇറങ്ങി വന്നപ്പോൾ ബോർഡിനെയൊക്കെ അടിച്ച് പൊട്ടിച്ച് പോയി. അതാണ് സംഭവിച്ചത്. പക്ഷേ കണ്ടറ ബാങ്കിന് ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞാൽ കണ്ടറ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം കിട്ടും. അവരെ വിശ്വാസമാണ് പോയത്. എല്ലാവരും പണം ഒരുമിച്ചെടുത്തോണ്ട് വന്നവരല്ല. പക്ഷേ പണം കിട്ടൂല ഇപ്പോഴും. അപ്പോൾ കണ്ടറ ബാങ്കിലെ നിക്ഷേപകർക്ക് ബാങ്ക് പ്രവർത്തിച്ച് അവർക്ക് പണമെല്ലാം തിരിച്ച് കിട്ടുമെന്നും അവർക്ക് ചെറിയ തോതിലെങ്കിലും പലിശ കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. 35 വർഷം ഞാൻ ഇരുന്ന സമയത്ത് ഒരാളെയും ജപ്തി ചെയ്തില്ല, ഒരാളും ജപ്തി ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് നമ്മൾ പൈസ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്യും. നിവർത്തിയില്ലെങ്കിൽ പ്രശ്നം നേരത്തെ വിളിച്ചുകൊണ്ട് വരും. മാന്യമായിട്ട് പൈസ കൊണ്ട് ഇടയിലേ അപ്പോൾ പലിശ വാങ്ങിച്ച് ചിലപ്പോൾ പുതുക്കി കൊടുക്കും, സ്വപ്പസാവകാശം കൊടുക്കും. ആരും കള്ളരല്ല. കണ്ടറ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരും ചിട്ടി പിടിച്ചവരും ആരും കള്ളന്മാരോ മനഃപൂർവ്വം വിൽഫുൾ ഡിഫാൾട്ടർ അല്ല. മനഃപൂർവ്വം കുടിശ്ശിക വരുത്തിയവരല്ല. ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് കുടിശ്ശികയായിപ്പോയി. അത് ഈ കോവിഡൊക്കെ വന്ന കാലത്താണ് അവർ ബിസിനസ് കുറേ പോയിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഈ MLA വിചാരിക്കണമായിരുന്നു 2.5 വർഷം ഈ തകർക്കാൻ വലിയ ശുഷ്കാന്തി കാണിച്ച IB സതീഷ് 2.5 വർഷം എന്ത് ചെയ്തു? 2 നോമിനികളെ അവിടെ നിർത്തിയിട്ടുണ്ട്, 3 പേരെ ഭരണസമിതിയായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. കമ്മ്യൂണിസ്റ്റ് ഈ ഗവൺമെൻറ്റോ സതീഷോ എന്തെങ്കിലും ഈ ബാങ്കിന് വേണ്ടി ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇപ്പോഴും പറയുന്നത് ഞാൻ ജയിച്ച് വന്നാൽ 6 മാസത്തിനകത്ത് എല്ലാം ശരിയാക്കാമെന്നാണ്. രാവിലെ അരിയും കൊണ്ട് ചെന്നപ്പോൾ ഇല്ല, പിന്നെ വൈകുന്നേരം നെല്ലും കൊണ്ട് ചെല്ലുമ്പോൾ പക്ക ഫ്രാഡാണ് ഈ MLA. ഒരു വാക്കിന് വിലയില്ല, ആരോടും ഒരു കൂറില്ല, ഈ സ്ഥാപനങ്ങളോട് താല്പര്യമില്ല. സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടതല്ലേ MLA. കരുവന്നൂർ ബാങ്കിൽ എന്തെല്ലാം നടന്നു, ഞാനതിനൊന്നും പറയേണ്ട കാര്യമില്ല, എനിക്കത് പറയേണ്ട കാര്യമില്ല. കരുവന്നൂർ ബാങ്കിന് 100 കോടി രൂപ ഒരു പലിശയില്ലാതെ സബ്സിഡിയായി കൊടുത്തില്ലേ ഗവൺമെൻറ്? അങ്ങനെയല്ലേ ഇപ്പം വീണ്ടും ഭരണസമിതി വന്നില്ലേ? അവിടെയും ഒരു MLA ഉണ്ടല്ലോ, ശ്രീമതി ബിന്ദു മന്ത്രി. ഈ IB സ്വാധീനമായിട്ടില്ല. അപ്പോഴിത് നശിച്ചു പോകണം. ഇതിന് ഒരിക്കലും ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും, ഭാസ്വരാങ്ങൻ വന്നിരുന്നാലോ. അതുകൊണ്ട് ഇത് ഇങ്ങനെ പോട്ടെ, അയാൾക്ക് മതം നടക്കില്ല. പക്ഷേ ഇത് ആരെയാണ് ബാധിച്ചത്? എന്നെ എൻ്റെ കുടുംബത്തിനെയും ബാധിച്ചു. അത് ഞാൻ സഹിച്ചു. പക്ഷേ ഈ നാട്ടിലെ 10,000-ലേറെ അംഗങ്ങൾ, ഏകദേശം 8,000-ഓളം വരുന്ന നിക്ഷേപകർ, ഇവരെ ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ ദ്രോഹിക്കാമോ? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജനപ്രതിനിധിയായി ഈ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ MLA-യെ ഈ IB സതീഷിനെ ജനങ്ങൾ തിരിച്ചറിയണം.
പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ വിലയിരുത്തണം, ഇയാളെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ ബാങ്കിനെതിരെ നടന്ന ഗൂഢാലോചന അത് താങ്കൾ അക്കമിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നു എന്ന് ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു? താങ്കൾക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു? ഒരിക്കലുമില്ല. ഇത് UDF-കാരോ BJP-ക്കാരോ ഒക്കെ ആയിരിക്കുമെന്ന് പിന്നീടാണ് ഞാൻ ധരിച്ചത്. പക്ഷെ ഇത്രയും കണ്ണിങ് ആയി ഈ അധികാരം ഇത്രയും ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെയാണെന്ന്. എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരായിട്ടുള്ള വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്നുണ്ടല്ലോ? ഇപ്പോൾ IB സതീഷ് ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു MLA ആണ്. ഒരു ബാങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, അതിപ്പോൾ താങ്കൾ പറയുന്ന പോലെ ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹം അതിൽ ഇടപെട്ട് നടത്തിയ കാര്യങ്ങൾ ആയിക്കൂടെ? താങ്കൾ പറയുന്ന പോലെ ഇങ്ങനെ ഗൂഢാലോചനയ്ക്ക് പകരം എങ്ങനെ? അല്ല, അദ്ദേഹം ഒരു പ്രതിസന്ധി വരുന്നു, ബാങ്കിൽ ഒരു പ്രതിസന്ധി വരുന്നു. അപ്പോൾ പ്രതിസന്ധി വന്നില്ല, താങ്കൾ പറയുന്ന പോലെ ഒരു വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ ഒരു സംശയം വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒരു MLA എന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ആയിക്കൂടാന്നുണ്ടല്ലോ. അദ്ദേഹം ഇടപെട്ടല്ലോ. എങ്ങനെ ഇടപെട്ടു? അക്കൗണ്ട് മരവിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു, സ്വാധീനിച്ച് ഇടപെട്ടല്ലോ. അവര് നേരത്തെ തന്നെ എന്നെ ആളുകൾ കൈകാര്യം ചെയ്യണം, അതിന് ആളുകൾ എന്നെ നിക്ഷേപം കിട്ടാൻ ഒരു മാളിൽ വരുമല്ലോ, അതിലേക്ക് വേണ്ടി ചെയ്തത് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, ഗവൺമെന്റിന് കിട്ടാനുള്ള പണം മരവിപ്പിച്ചു, പിന്നെ ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കിച്ച് വാർത്ത വരുത്തി. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്തു, പോസിറ്റീവായിട്ട് ചെയ്തില്ല. പക്ഷെ അന്ന് പല കാര്യങ്ങളും എൻ്റെ പാർട്ടിയെ ഞാൻ അറിയിച്ചു. അപ്പോൾ CPIയുടെ ഭാഗത്ത് നിന്നൊരു CPI പല കാര്യങ്ങളും അറിയിച്ചപ്പോൾ ഒരു പ്രതികരണവും പാടില്ല, എല്ലാം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ കപ്പലിലെ കള്ളൻ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണ്, കിസാൻ സമിതി ജില്ലാ പ്രസിഡന്റ്, സഹകരണ വേദിയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നതാണ്. ഞാൻ ജില്ലാ DC എക്സിക്യൂട്ടീവിലിരിക്കുമ്പോൾ ഈ ആസറ്റ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഈ ആസറ്റ് ഒഴിക്കാൻ നിന്നു കൊടുക്കാത്തതാണ് എൻ്റെ കുറ്റം. എന്നെ എക്സിക്യൂട്ടീവിൽ നിന്ന് പുറത്താക്കി. അത് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ വിഷയം വന്നപ്പോൾ ED വന്ന ഉടൻ തന്നെ എന്നെ പാർട്ടിയിൽ നിന്നേ പുറത്താക്കി. ഇപ്പോഴ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞെന്താണ്? ശങ്കരദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. ശങ്കരദാസ് 2012 RSPയിൽ നിന്ന് ഇങ്ങോട്ട് വരണത്. ശങ്കരദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. വാസുരാജൻ വീട്ടിൽ വന്നപ്പോൾ കുഴപ്പം. ഇതാണ് പാർട്ടി, പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി വിരോധം, അതിൻ്റെ ഒരു തുടക്കം എവിടെ നിന്നാണ്? താങ്കളുടെ ഒരു രാഷ്ട്രീയമായ ഉയർച്ച മാത്രമായിരുന്നു അതിൻ്റെ കാര്യം? തീർച്ചയായും രാഷ്ട്രീയമായ ഉയർച്ച എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഈ CPI എന്ന് പറഞ്ഞ പാർട്ടി, ഞാനും എൻ്റെ സഹപ്രവർത്തകരും, നൂറുകണക്കിന് സഹപ്രവർത്തകരും കാട്ടാക്കട മണ്ഡലത്തിൽ DIC ആയിരുന്നവർ, കരുണാകരൻ്റെ കൂടെ നിന്നവർ, DIC ആയിരുന്നവർ CPIയിലേക്ക് ചേർന്നപ്പോൾ CPIക്ക് ബലം വന്നു. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അവർക്ക് 2 പഞ്ചായത്ത് സീറ്റൊക്കെ കൊടുത്ത് അവരിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നതാണ് CPIയെ. ആ CPIയെ കുറച്ച് മെച്ചപ്പെട്ടപ്പോൾ CPM-നൊപ്പം ചോദ്യം ചെയ്യാനായി. CPM-ന് ഒപ്പം ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 6 സീറ്റിൽ CPI മത്സരിച്ചു, 15 സീറ്റിൽ CPM മത്സരിച്ചു. 6 സീറ്റിൽ മത്സരിച്ച് CPIയിൽ 5 പേര് ജയിച്ചു, CPM 15 എണ്ണം മത്സരിച്ചതിൽ 6 പേര് ജയിച്ചു. അപ്പോൾ അന്നിരുന്ന രാമേന്ദ്രനാഥ്, ഇപ്പം CPM-ലാണ് രാമേന്ദ്രനാഥ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, മാറുതല്ലൂര് ഞങ്ങൾക്ക് വേണം. അവസാനം 2 വർഷം അവർക്ക്, 3 വർഷം നമുക്ക് തന്നു. അപ്പോൾ ഷെയർ ചെയ്യേണ്ടി വന്നില്ലേ? ബാങ്കിൽ സീറ്റ് എത്ര കൊടുക്കണം ഞാൻ തീരുമാനിക്കും. സ്ഥാനാർത്ഥി ആയിരുന്നു എനിക്കും കൂടെ ബോധ്യപ്പെട്ടവരെ നിർത്തും, അവർക്ക് ക്ഷീണമല്ലേ. പിന്നെ കമ്മിറ്റികളൊക്കെ കൂടുമ്പോൾ, LDF കൂടുമ്പോൾ, ഈ സതീഷ് അന്ന് MLA അല്ല, അതിന് മുമ്പേ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ജില്ലാ നേതാവല്ലേ, ഞാൻ മറിച്ച് പറയും. അങ്ങനെ പറ്റൂല, ഞങ്ങളുടെ സഹകൾക്ക് നിൽക്കണം ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ പറയും പോലെ അങ്ങനെ അടിമപ്പെട്ട് നിൽക്കാൻ നോക്കൂല, പറയും. ഇതൊക്കെയാണ് വിരോധം. ഇത് CPIക്ക് വേണ്ടി ഞാൻ ഈ വിരോധം സമ്പാദിച്ചെടുക്കുമ്പോൾ CPIക്കകത്ത് കോർ ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പ് എന്നെ ലക്ഷ്യമെടുത്ത് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ നോക്കില്ലല്ലോ. അങ്ങനെ ചതിച്ചതാണ്. IB സതീഷ് ചതിച്ചതുപോലെ CPIയും ചതിച്ചു. അതിൻ്റെ നേതൃത്വം ചെയ്യാറാൻ്റെ തന്നെയാണ്.
അപ്പോൾ താങ്കൾ ഞെട്ടലോടെ കൂടിയാണ് ഈ ചതി മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഞാൻ ഈ അറസ്റ്റ് വരുന്നത് വരെ ഞാൻ ഒരിക്കലും ഈ ED ഒക്കെ വന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ പാർട്ടിയെ ഫേവർ ചെയ്താണ് പറഞ്ഞത്. പാർട്ടി എന്നെ അങ്ങനെ പുറത്താക്കിയത് അവിടെ പാർട്ടിക്ക് ഒരു ഇമേജ് തകരണ്ടെന്ന് വെച്ചിട്ടാണ് എന്ന്. അപ്പോഴേ ഒടുവിലല്ലേ അറിയുന്നത് ഇവർ ഗൂഢമായി ഇവിടെ നിന്ന് ഗവൺമെൻറ് റിപ്പോർട്ട് എഴുതി തെറ്റായ റിപ്പോർട്ട് എഴുതി കൊടുത്തു. കോടതി ഇപ്പം അത് എല്ലാം EDയുടെ എല്ലാ ഫയലും കൊടുത്തല്ല, കണ്ടുകെട്ടിയെല്ലാം ഞാൻ ബാങ്കിന് കൊടുത്തല്ല. നമ്മൾ ആ പൈസ അടച്ചാൽ നമുക്ക് തിരിച്ചെടുക്കാവുന്നില്ല. അവിടെ അവർക്ക് വലിയ വിഷയങ്ങളില്ലല്ലോ. അപ്പോൾ ഇത് എന്തൊക്കെ ആവട്ടെ, എൻ്റെ അടുത്ത് വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കാൻ എത്ര ആളുകൾ എല്ലാ വർഷവും പൊതുയോഗം നടത്തിക്കൊണ്ടിരുന്നു. 2.5 വർഷമായിട്ട് പൊതുയോഗം നടക്കുന്നില്ലല്ലോ, 2.5 വർഷമായി ആഡിറ്റ് നടക്കുന്നില്ലല്ലോ. ഏതൊരു പ്രവർത്തനത്തിനും 2 ബ്രാഞ്ചുകൾ പൂട്ടി, 4 ബ്രാഞ്ച്. കരുവന്നൂരിലൊക്കെ ഉണ്ടായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ബാങ്ക് വായ്പ കൊടുക്കുന്നു, അത് തിരികെ കിട്ടാതെ വരുന്നു. അങ്ങനെയാണ് ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അതല്ല, ഈ വായ്പ കൊടുത്തത് മുഴുവൻ തട്ടിപ്പാണ് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. അപ്പൊ അത്തരം ഒരു പ്രശ്നവും ഒന്നും ആ ഘട്ടത്തിൽ ഈ കണ്ടലയിലില്ല. കരുവന്നൂര് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഞാനത് വിശദീകരിക്കുന്നത് ശരിയല്ല. അല്ല, പൊതുവേ ഒരു കരുവന്നൂര് പൊതുവേ ഈ സഹകരണ മേഖലയിൽ ആരും പൈസ ഇടുന്നില്ല. എന്തുകൊണ്ട്? കണ്ടല ബാങ്ക് അങ്ങനെ നിൽക്കട്ടെ, കരുവന്നൂർ ബാങ്കും അങ്ങനെ നിൽക്കട്ടെ. ഈ സഹകരണ പ്രസ്ഥാനത്തിന് 125 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലൊരു പ്രതിസന്ധി സഹകരണ മേഖലയിൽ വന്നിട്ടുണ്ടോ? എത്ര മഹാന്മാർ മന്ത്രിമാരായിരുന്നു. MP രാഘവനൊക്കെ ഇരുന്ന സ്ഥാപനമാണ്, G സുധാകരൻ ഇരുന്ന വകുപ്പാണ്. അന്നൊക്കെ ഈ പ്രശ്നങ്ങളില്ലേ. ഞാൻ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുരുക്കുമ്പുഴ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ കല്ലിയൂർ സർവീസ് കല്ലിയൂരൊരു ബാങ്ക്, കല്ലിയൂരല്ല, ഒരു 8-9 ബാങ്ക് സ്ഥാപനങ്ങളിൽ ചെറിയ ക്രൈസിസ് വന്നിട്ടുണ്ട്. അവിടെ മുരുക്കുമ്പുഴ കൊപ്രയൊക്കെ എടുത്ത് അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നതാണ്. അവിടെയെല്ലാം ജില്ലാ ബാങ്ക് ഇടപെടും. പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും പോയിട്ടുണ്ട് പല കമ്മിറ്റിയിലും, അല്ലെങ്കിൽ നമ്മുടെ ഭരണസമിതി പോവും, അവിടുത്തെ MD മാനേജിംഗ് ഡയറക്ടർ പോവും, ജനറൽ മാനേജർ പോവും. അപ്പോൾ ഇതെല്ലാം അവിടെ പരിഹരിച്ച് പോകുന്നതാണ്. ആ സംവിധാനത്തിന് തകർത്ത് കളഞ്ഞില്ലേ. ത്രിതല സംവിധാനം പോയില്ലേ, ജില്ലാ ബാങ്ക് പോയില്ലേ. ജില്ലാ ബാങ്ക് പോയപ്പോൾ പ്രാഥമിക സംഘങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആര്? ജില്ലാ ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. താഴെയുള്ള സംഘങ്ങളെ ഫിനാൻഷ്യലായി സഹായിക്കാനും അവർക്കൊരു പ്രതിസന്ധി വന്നാൽ അപ്പോഴവിടെ ഇടപെടാനുമുള്ളവരാണ്. അതെടുത്ത് കളഞ്ഞില്ലേ, അതെടുത്ത് കളഞ്ഞ് അവിടെ പോയി. പിന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് നേരെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ കുറ്റക്കാരെ മെൻഷൻ ചെയ്ത് അവരിൽ നിന്ന് പണം ഈടാക്കിയെടുക്കാൻ സഹകരണത്തിൽ നിയമമുണ്ട്, വ്യക്തമായ നിയമമുണ്ട്. അത് നടപ്പാക്കുന്നതിന് പകരം അവിടെ CPMൻ്റെ പൊളിറ്റിക്കലായി 2 ചേരിയാണ്. ആ ചേരി തിരിഞ്ഞുണ്ടായ ചില സംഭവങ്ങളാണ്. പിന്നെ അവിടെ നിന്നല്ല പല സ്ഥാപനങ്ങളിലും ഈ സാമ്പത്തിക കണക്കുകളുണ്ട്. ഇപ്പം നിയമത്തൊക്കെ വിഷയം അതാണ്. നിയമത്തൊക്കെ വിഷയം. കണ്ടല ബാങ്കിൽ എൻക്വയറി റിപ്പോർട്ടിൻ്റെ ഉണ്ട്. പരസ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്യപ്പെടുത്തി കൊടുക്കാം. 57.43 കോടി രൂപ 21 പേരായിട്ട് തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. ആ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ നോക്കി, എല്ലാം അനുമതി വാങ്ങിയില്ല. അനുമതി വാങ്ങിയ റെക്കോർഡ് നമ്മളുണ്ട്. അത് തെളിയിക്കേണ്ടത് തെളിയിക്കും. ഞങ്ങളിപ്പം 5000 രൂപ കെട്ടിവെച്ച് ഞാൻ അപ്പീൽ കൊടുത്തൊക്കെയാണ് ഗവൺമെൻറ്റിന്. ഗവൺമെൻറ് അപ്പീൽ നന്നായിട്ട് പരിശോധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അത് ഈ റിപ്പോർട്ട് തള്ളും. ഇനി തള്ളിയില്ലെങ്കിൽ ഹൈക്കോടതി പോയി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് ഒരിടത്തും എഴുതിയിട്ടില്ലല്ലോ വാസുരാങ്ങനോ സംഘം ഭരണസമിതി അംഗങ്ങളോ പണം എടുത്തുകൊണ്ട് പോയി വായ്പ എടുത്തിട്ടുണ്ട്, ചിട്ടി പിടിച്ച് കുടിശ്ശികയുണ്ട്, അതൊക്കെ അതിനുള്ള ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് ഈടാക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ 1 രൂപ ആരെങ്കിലും എടുത്തോണ്ട് പോയി കമ്മീഷൻ വാങ്ങിച്ചെന്നോ നിയമനത്തിന് കൈക്കൂലി വാങ്ങിച്ചെന്നോ ഇവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. അവരടുത്ത് എല്ലാ ഫോഴ്സും ഉപയോഗിച്ചല്ലോ. ഭരണകൂട പേര് എൻ്റെ വീട്ടിലോ എൻ്റെ ബന്ധുക്കളെടുത്തോ ആരും മിണ്ടി അപ്പോൾ ക്രൈംബ്രാഞ്ച് പിടിച്ചോണ്ട് പോകുമെന്നാണ് പറയുന്നത്. ആ രീതിയിലൂടെ കാടളക്കി അന്വേഷിച്ചല്ലോ 3 വർഷം. ഇപ്പോഴൊന്നുമില്ലല്ലോ. അപ്പോൾ നിലവിൽ എന്താണ് ഇപ്പോൾ ബാങ്കിൻ്റെ പ്രതിസന്ധി? നിലവിൽ ആളുകൾ പണം അടയ്ക്കാനുണ്ട്. അവിടെ സൗമ്യമായി അവരെ വിളിച്ച് നബാർഡും കേരള ബാങ്കും ഒക്കെ കൂടെ സഹകരിച്ച്
ഇവർ പണം തിരിച്ചടയ്ക്കാൻ പറ്റുന്നവരടയ്ക്കും. ജപ്തി നടപടിയൊന്നും ഒരു കാര്യമല്ല. അവരെ കൊണ്ട് വിറ്റടയ്ക്കാൻ നമ്മൾ സഹായിക്കുക, വിറ്റടപ്പിക്കാനുള്ളവർ. അല്ലാതെ അവർക്ക് അടയ്ക്കാൻ സാവകാശം കൊടുക്കാൻ അടയ്ക്കാമെന്നുള്ളവർക്കൊന്ന് പുതുക്കി കൊടുക്കുക. അത് നിക്ഷേപകരടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പൈസ തരാം, ഗവൺമെൻറ്റിന് കിട്ടാനുള്ള പൈസകൾ വരണം. ഈ തടഞ്ഞു വെച്ചേക്കുന്ന ഫണ്ടും വന്നാൽ റൊട്ടേഷൻ ആവും. ഞാനിവിടെ പെട്രോൾ പമ്പൊക്കെ തുടങ്ങാതിരുന്നതാണ്, അപ്പോഴാണ് ഇത് പോയത്. 1.5 ഏക്കർ സ്ഥലം കിടക്കയില്ലേ, എല്ലാത്തിനും സൗകര്യമുണ്ട്. ആശുപത്രി നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, ആശുപത്രി നല്ല ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ട് പോയായിരുന്നു, ചെറിയ ഫീസാണെങ്കിലും നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ അരക്ഷിതാവസ്ഥയല്ലേ. ഇത് ഒരു വിശ്വാസം, ജീവനക്കാർക്ക് ഒരു ബലം. ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, അവരങ്ങനെ ജോലി 35, 45, 55, 65 എന്ന് പറഞ്ഞ് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പം 10,000 രൂപയും 3,000 രൂപയും 4,000 രൂപ എടുത്താൽ ജോലി ചെയ്യും. ആർപ്പാടുത്താലും ചെയ്യില്ല. അപ്പോഴിതിനൊരു പൊടിച്ചെഴുത്തം നടത്തിയ തീർച്ചയായിട്ടും കൊടുക്കുക. അത് ഈ ഗവൺമെൻറ്റിന് തന്നെ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ചെയ്യാമായിരുന്നു. ഈ സതീഷ് ബോധപൂർവ്വം ഇത് ചെയ്യാത്തതാണ്, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ ED കണ്ടെടുത്ത സ്വത്തുക്കൾ, അതിൻ്റെ ഒരു റിയലൈസേഷൻ ഫണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. അതെല്ലാം വ്യാജമാണ്, എല്ലാം. അത് മാത്രമല്ലല്ലോ, റിസ്ക് ഫണ്ട്, പിന്നെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം, പിന്നെ കൺസോർഷ്യം രൂപീകരിച്ച് ജില്ലയിലെ ബാങ്കുകളിൽ നിന്നും പ്രാഥമിക സംഘങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ധനസ്വരൂപണം നടത്തി കണ്ടൽ ബാങ്കിന് കൊടുക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ചുമതലപ്പെടുത്തി തീരുമാനം എടുത്തൊക്കെയാണ്. ഏത് മന്ത്രിയുടെ ചേംബറിൽ എന്തോ തീരുമാനം, ഒന്നും ചെയ്തില്ലല്ലോ. എൻ്റെ പേപ്പറുണ്ട്, ഞാൻ കൃത്യമായി വിവരാവകാശ നിയമമെടുത്ത പേപ്പറെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ എവിടെയും കാണിക്കാൻ തയ്യാറാണ്. അതെന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അതിപ്പം ഗവൺമെൻറ് സഹകരണ മേഖല നന്നാക്കണമെന്ന് താല്പര്യമുള്ള ഒരു ഗവൺമെൻറ്റാണ് വരണമെങ്കിൽ തീർച്ചയായും അതെല്ലാം നടക്കും. ഈ പറയുന്ന നമ്മുടെ കേരള ബാങ്കിൻ്റെ നിലനിൽക്കുന്ന മിച്ചത്തുക അത് കിട്ടിയിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണോ? കിട്ടിയിട്ടില്ല, തടഞ്ഞു വെച്ചൊക്കെയാണ്. നിയമസഭയിൽ ചോദ്യം ചോദിച്ചു, നമ്മുടെ സുബാൽ MLA ചോദ്യം ചോദിച്ചപ്പോഴും മറുപടി, കേരളത്തിൽ ഒരു സർവീസ് ബാങ്കിൻ്റെയും ക്യാഷ് ക്രെഡിറ്റ് മരവിപ്പിച്ചിട്ടില്ല. ഞാനത് പാർട്ടി കാണിച്ചു. ഇത് മന്ത്രി ഒപ്പിട്ട് തന്നൊക്കെയാണ്. മന്ത്രി നിയമസഭയിൽ ഒരു തെറ്റായ വിവരം കൊടുത്താൽ നമുക്കറിയാമല്ലോ, മന്ത്രിസ്ഥാനം പോവും. LDF ആയിട്ട് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുണ്ട്, ആ തെളിവുണ്ട്. ആ തന്ന രേഖ എൻ്റെ കയ്യിലുണ്ട്, സുബാലിന് കൊടുത്ത മറുപടി. എന്നിട്ട് ബാങ്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള നമുക്ക് അയച്ചു തന്ന കത്തുണ്ട്. വീണ്ടും ഇത് നമ്മുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ കൂടെ ജാമ്യപ്പെടുത്തി ഇതെല്ലാം പുനഃസ്ഥാപിച്ച് കൊടുക്കാവുന്ന റിപ്പോർട്ട് ഇവിടെ റീജിയണൽ ബാങ്ക് മാനേജർ റിപ്പോർട്ട് മുകളിൽ ഹെഡ് ഓഫീസിൽ കൊടുത്തതിൻ്റെ കോപ്പി എൻ്റെ ഉണ്ട്. അതെല്ലാം ഇരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പാക്കേജ് എത്ര കോടി രൂപയുടെയാണ്? ഏത് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് 6 കോടി രൂപ 9.4% പലിശയ്ക്ക് കൊടുക്കാമെന്നും, ആ കൊടുക്കുന്ന പൈസ നിക്ഷേപകർക്ക് കൊടുക്കാനല്ല ബാങ്ക് പ്രവർത്തിപ്പിക്കാനാണെന്നും, എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പലിശ വല്ലതും മുടങ്ങിയാൽ ഇത് ഒപ്പിടുന്ന ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ഉത്തരവാദി, പിന്നെ അവരുടെ ജപ്തി നടപടിയിലൂടെ അവിടെ സ്ഥാപന ഞങ്ങളുടെ സ്വത്തുക്കൾ വരെ എടുക്കുമെന്ന് ബോർഡ് വയ്ക്കണം. അതുകൊണ്ട് ആരും വയ്ക്കുന്നില്ല. ഇനിയും അങ്ങനെ പറയുന്നു, പക്ഷെ ഉത്തരവില്ല. ഇത് ധാരണയായതേ ഉള്ളൂ, ഉത്തരവായില്ല. ഇനിയിപ്പം പുതിയ ഗവൺമെൻറ് വന്നാൽ ഇത് നടപ്പാകും. ഇതങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കാനുള്ള ഇനി 8 കോടി കൊടുക്കാൻ കിടക്കല്ലേ, അതിന് പലിശ ഇല്ലല്ലോ, അതങ്ങ് കൊടുത്താൽ പോരെ. ഈ 6 കോടി കൊടുത്തേക്കാനും ഗവൺമെൻറ് ഒരുപാട് പൈസ, ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞില്ല എത്ര 1000 കോടി രൂപ അവിടെ കിടക്കണമെന്ന്, അതിൽ നിന്ന് 6 കോടിക്ക് കൊടുത്താൽ പോരെ. ഈ കടാശ്വാസ കമ്മീഷൻ എന്നുള്ളതും കൊടുത്തിട്ടില്ല. കടാശ്വാസ കമ്മീഷൻ ഉള്ളത് തന്നെ, അത് ഗവൺമെൻറ്റല്ലേ കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റല്ലേ കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ, അത് തീരുമല്ലോ. അപ്പോൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ അവർ നടത്തുന്ന ഒരു ഇതാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനത്തിന് തിരികെ കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യമാണിപ്പോൾ. തീർച്ചയായും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആരെ കൂടെ ചേർന്നായാലും ഈ സ്ഥാപനത്തിനെ പഴയ സ്ഥിതിയിലേക്ക്, പഴയ പ്രതാപകാലത്തിലേക്ക് ഇതിന് തിരിച്ചു കൊണ്ടുവന്ന് നാടിനിതൊരു
ഒരു ഒരു സ്വത്തായി, നാടിൻ്റെ സ്വത്തായി, നാടിൻ്റെ സംരക്ഷണ സ്ഥാപനമായി ഇത് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനോട് ഒരവസരം ഞാൻ നോക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ മൂന്നാം പിണറായി സർക്കാർ എന്ന ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്, വരുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ താങ്കളുടെ അതൊക്കെ എൻ്റെ വിലയിരുത്തലിൽ അതൊക്കെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. ഞാനും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 18 വർഷം പ്രവർത്തിക്കുകയാണ്. വിനോദ് വിശ്വം പറഞ്ഞ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല, മനസ്സിൽ ഉത്തമനായ കമ്മ്യൂണിസം മനസ്സിലുള്ള ഉത്തമന്മാർ ഈ സർക്കാരിന് പ്രതിനിധികളായി മത്സരിക്കുന്ന വോട്ട് ചെയ്യില്ല. അവരോട്ട് ചെയ്യില്ല. ജനവോട്ടത്തിൻ്റെ കാര്യമല്ല. എപ്പോഴും അവരുടെ പ്രതീക്ഷ ഈ ആരാണ് ഈ പിന്നെ സേവനം പെൻഷൻ കിട്ടുമല്ലോ, അവരെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തിന് ആവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണെന്ന് ചിന്തയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരുപാട് പേര് നേതൃനിരയിലുണ്ട്. എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഞാൻ സംസ്ഥാന തലത്തിൽ ഒക്കെ നടന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ അങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലരാണ് വെടിപൊട്ടിച്ചത്. ജി സുധാകരനും മറ്റേ ഗോവിന്ദൻ സാവും നമ്മുടെ പിന്നെ കുഞ്ഞുകൃഷ്ണനും നിശബ്ദരായ ഒട്ടനവധി പേരുണ്ടെന്നാണ്. അതേ ചിന്തയുള്ള ഇപ്പോഴത്തെ പ്രസ്ഥാനം നടക്കി നിൽക്കുന്ന ചില ആളുകൾ വരെ അവരെല്ലാം നമ്മുടെ നാട്ടിലെ എൻ്റെ സഹപ്രവർത്തകർ, ഞാനിവിടെ നിയോജകമണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 16 വർഷം വർക്ക് ചെയ്ത ആളാണ്. ഇവിടെ ശക്തൻ 3 പ്രാവശ്യം ഇവിടെ ജയിച്ചതിന് മുമ്പ് 3 പ്രാവശ്യം ഇടത് ജയിച്ചിരുന്നതാണ് ഈ നേമം മണ്ഡലം. പഴയ പി ജെ തങ്കപ്പൻ ജയിച്ച മന്ത്രിയായിട്ടാണ്. അവിടെയാണ് തിരിച്ചു പിടിച്ച് ഇതായത്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് വന്നതിന് ശേഷമാണ് LDF വന്നത്. ഈ 2 പ്രാവശ്യം LDF വന്നത്. ഇപ്പം എനിക്ക് അവരെയൊക്കെ അറിയാം, അവരെയൊക്കെ മനസ്സറിയാം. പലരും ഞാനിപ്പോൾ ഒന്നിനും ചേരാത്തതുകൊണ്ട് അവരൊക്കെ എന്നോട് മനസ്സ് തുറന്നിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അതിൻ്റെ ഒരു തിരിച്ചടി നന്നായിട്ട് വരും. ഒരു കാരണവശാലും LDF അധികാരത്തിൽ വരില്ല. ഈ നിക്ഷേപകരൊപ്പം ഉണ്ടാകുമോ താങ്കളുടെ ഒരു നിക്ഷേപകർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടെയാണല്ലോ നിക്ഷേപകർ സമ്പാദിക്കുന്നത്. നിക്ഷേപകര് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് വരെ നിക്ഷേപകരുടെ കണ്ണിൽ ഞാനൊരു കുറ്റക്കാരനായി നിന്നു. ഞാൻ കുറ്റക്കാരനാവെ എന്തോ പോട്ട്, നിക്ഷേപകർക്ക് കാര്യം നടന്നാൽ മതി എന്നുള്ളത് ഞാനും നിന്നു. അപ്പോൾ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചപ്പോൾ നിക്ഷേപകർ എന്നോടൊപ്പം വന്നു. അവർക്ക് ബോധ്യം വന്നു കാര്യം. ഇയാൾ ആരും പറഞ്ഞല്ലോ, സതീഷ് ഇന്ന് വരെ എൻ്റെ പേരിന് ഞാൻ കൂടാരോ നടത്തി ചെയ്തതാണ് സതീഷ് പറഞ്ഞില്ലല്ലോ. സതീഷ് പറയാൻ കഴിയില്ല. സതീഷിന് വേറെ അനുഭവമുണ്ട്. ഞാനതിനെ അത് പറയില്ലെന്ന് വെച്ചിട്ടാണ്. സതീഷ് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് സതീഷിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നത് സതീഷിൻ്റെ മാമനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പത്മകുമാർ. അദ്ദേഹത്തിന് ബാങ്ക് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ബാങ്ക്, പേരേക്കോണം ബാങ്ക്. ഈ നാട്ടിൽ അന്ന് കണ്ടത് ബന്ധത്തിലും പ്രസ്തമായി വന്നിട്ടില്ല. അതൊരു പഴയ കഥയാണ്. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം 50,000 മുതൽ 10,000 മുതലുള്ള പൈസയെല്ലാം അവിടെ നിന്ന് കൊണ്ടിരുന്നത്. കൃത്യമായി പലിശ കിട്ടും. ഈ മനുഷ്യൻ സ്വർണ്ണപ്പണയത്തിന് കൊടുക്കും, പലിശയ്ക്ക് കൊടുക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ 25 കോടി രൂപ ഈ IB സതീഷ് എൻ്റെ ഇടപാടിൽ ഫിലിം പിടിക്കാനെന്ന് പറഞ്ഞിട്ട് സിനിമ പ്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞ് 50 കോടിയായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 25 കോടി രൂപ എങ്ങനെ വാങ്ങിച്ചു. ആ വാങ്ങിയ പൈസ അദ്ദേഹത്തിന് ഒരു പൈസയും തിരികെ കിട്ടിയില്ല. അപ്പോഴിതുപോലെ തന്നെ ഒരാളിനെ കിട്ടാവുന്ന, 2 ആളിനെ കിട്ടാവുന്ന ആളുകൾ വന്ന് പണം കിട്ടുന്നില്ല, കൂടെ വന്നു. അദ്ദേഹത്തിൻ്റെ വസ്തുവകളെല്ലാം പരവക്കാറ്റ് എഴുതി കൊടുത്തു. ഈ 25 കോടി രൂപ കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു. ഇത്തിരി കൂടെ പ്രായമുള്ള ആളാണെങ്കിലും ഞാനവിടെ ചെന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലേ, ചിലപ്പോൾ അന്നത്തെ രീതിയിൽ തന്നെ നമുക്ക് 2,000-3,000 രൂപയൊക്കെ പാർട്ടി സംഭാവനയൊക്കെ തരുന്ന ഒരു മനുഷ്യനാണ്. വലിയ കാര്യമാണ്. ഇവിടെ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം പറ്റിപ്പോയത്. അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നറിയുന്നു. പിന്നെ അദ്ദേഹം കേസ് പിന്നെ പാപ്പർ പ്രഖ്യാപിച്ചു, ജയിലിൽ പോയി. ഇപ്പം എൻ്റെ അറിവിൽ അദ്ദേഹം മരിച്ചുപോയെന്നാണ് ഞാൻ അറിയുന്നത്. എത്രയോ ആളുകൾക്ക് നിക്ഷേപം നഷ്ടപ്പെട്ടു. 40 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ ഉദ്യമങ്ങൾ വിജയിക്കട്ടെ, ഈ ആ സ്ഥാപനം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഒരേ ഒരു ലക്ഷ്യം, ഈ സ്ഥാപനം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം.
അതിന് ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ വേണ്ടതുണ്ട്. ജയിച്ചു വരുന്ന ജനപ്രതിനിധിയുടെ സഹായവും നമുക്ക് വേണ്ടി വരും. ആര് ജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ IB സതീശനെ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്രാവശ്യം നിയമസഭയിലേക്ക് അയക്കില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമസ്കാരം. നമസ്കാരം.